Hello my dear children, welcome to English class. How are you dears? Hope all of you are fine at home. Did you complete the activities given in the last class? നിങ്ങൾ എല്ലാവരും വീട്ടിൽ സുഖമായി ഇരിക്കുന്നുവോ? കഴിഞ്ഞ ദിവസത്തെ ആക്ടിവിറ്റി എല്ലാവരും ചെയ്ത് കാണുമല്ലോ അല്ലേ? നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആക്ടിവിറ്റി ഒന്ന് നോക്കിയാലോ? ആക്ടിവിറ്റി 1 സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്, ശരിയോ തെറ്റോ എന്ന് എഴുതാനായിരുന്നു. അതിൽ എ ദ വുമൺ വാസ് സോ യങ്, അതിൻ്റെ ഉത്തരം ഫാൾസ് ആണ്. ബി ദ സ്ട്രീറ്റ് വാസ് വെറ്റ് വിത്ത് സ്നോ, അതിൻ്റെ ഉത്തരം ട്രൂ എന്നാണ്. സി ദി പോയം വിച്ച് ടെൽസ് അബൌട്ട് എ ബോയ്സ് കൈൻഡ്നെസ് ആൻഡ് കെയർ ഫോർ ആൻ ഓൾഡ് വുമൺ, അതിൻ്റെ ഉത്തരം ട്രൂ എന്നാണ് എഴുതേണ്ടത്. ആക്ടിവിറ്റി 2 അതിൽ നമുക്ക് പോയത്തിൻ്റെ 2 ലൈൻ തന്നിട്ടുണ്ട്. അത് നോക്കി വുമണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതാനാണ്. അതിൻ്റെ ആൻസർ എഴുതേണ്ടത് ഓൾഡ്, ഗ്രേ, ബെൻഡ് എന്നാവുന്നു. ആക്ടിവിറ്റി 3 മദേഴ്സ് ഡേക്ക് അമ്മയ്ക്ക് നൽകാനായിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുവാനായിരുന്നു. അതിൻ്റെ മോഡൽ ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കാണുമല്ലോ അല്ലേ? Now we will watch a video. നമുക്കൊരു വീഡിയോ കണ്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ. Did you like this video? Yes. Okay, good. What did you see in the video? We saw about families. Am I right? Yes. We all love our parents. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പേരൻസിനെ ഇഷ്ടമല്ലേ? Of course, you all like your parents. Don't you also love your grandparents? നിങ്ങളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? എല്ലാവർക്കും അവരവരുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ വളരെ ഇഷ്ടമാണല്ലേ? ഡു യു ഹാവ് യുവർ ഗ്രാൻഡ് പേരൻസ് അറ്റ് ഹോം? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് കൂടെ ഉണ്ടോ? നിങ്ങളിൽ ചിലരുടെയൊക്കെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടാകും അല്ലേ? വാട്ട് വിൽ ദേ ഡു ഫോർ യു? യെസ്, ഓക്കെ ചിൽഡ്രൻ, ദേ ടെൽ സ്റ്റോറീസ്, give chocolate, gift, etc. മുത്തശ്ശനും മുത്തശ്ശിയും നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരും, ചോക്ലേറ്റ് തരും, ഗിഫ്റ്റ് തരും അല്ലേ? Okay children, today we will learn a story of a grandfather and his grandson. ഇന്ന് നമുക്ക് ഒരു ഗ്രാൻഡ് ഫാദറിന്റെയും കൊച്ചുമോന്റെയും കഥ പഠിക്കാം. Do you all like stories? Yes, good. എല്ലാവർക്കും കഥ ഇഷ്ടമാണ് അല്ലേ? The name of the story is The Wooden Cup. നമ്മുടെ കഥയുടെ പേര് The Wooden Cup എന്നാണ്. It is written by Domenico Vittorni. ഈ കഥ എഴുതിയത് ഡൊമിനിക്കോ വിറ്റോർണി ആണ്. Let us know who he is. ഡൊമിനിക്കോ വിറ്റോർണി ആരാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? Domenico Vittorni was an Italian author and professor. He was born in Italy and later went to the USA and taught at the Temple University and the University of Pennsylvania. His most famous book is The Thread of Life. Domenico Vittorni ഒരു ഇറ്റാലിയൻ എഴുത്തുകാരനാണ്. Let us listen to the story. All of you listen carefully. നമുക്ക് കഥ കേട്ടാലോ? The Wooden Cup.
Once upon a time, there lived a boy named Robertino in Italy. The boy and his grandfather were good friends. His grandfather was a wonderful storyteller and he loved to listen his fairy tales and exciting hunting stories. There was a strong bond between them. When grandmother died, his grandfather joined with them. Robertino's mother was very impatient with the grandfather, especially when he would drop what he was holding due to shaking of hands. One night, when grandfather was having his coffee, his hands started shaking and the coffee spilled on the clean white tablecloth and the cup fell down and broke into pieces. Mother was very angry to the old man, but he was very silent and sad in return. പണ്ട് ഇറ്റലിയിൽ റോബർട്ടിനോ എന്ന പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവനും അവന്റെ മുത്തശ്ശനും നല്ല കൂട്ടുകാരായിരുന്നു. യു ആൻഡ് യുവർ ഗ്രാൻഡ് പേരൻസ് ആർ ഗുഡ് ഫ്രണ്ട്സ്? യെസ്, ഓഫ് കോഴ്സ്. നിങ്ങളും നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസും നല്ല കൂട്ടുകാരാണ് അല്ലേ? റോബർട്ടിനോയും മുത്തശ്ശനും ഒത്തിരി സമയം ഒരുമിച്ച് ചിലവഴിക്കാറുണ്ടായിരുന്നു. മുത്തശ്ശൻ ധാരാളം കഥകൾ പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഫെയറി ടെയിൽസിന്റെയും അതുപോലെ തന്നെ ഹണ്ടിങ് സ്റ്റോറീസും റോബർട്ടിനോയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. യു ഓൾ ലൈക്ക് ഫെയറി ടെയിൽസ്, ആം ഐ റൈറ്റ്? നിങ്ങൾക്കും ഫെയറി ടെയിൽസിന്റെ സ്റ്റോറീസ് ഇഷ്ടമാണ് അല്ലേ? റോബർട്ടിനോയ്ക്കാണെങ്കിലോ അത് കേൾക്കുവാൻ ഭയങ്കര ഇഷ്ടവുമായിരുന്നു. അവർ രണ്ടുപേരും നല്ലൊരു സ്നേഹബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം മുത്തശ്ശൻ റോബർട്ടിനോയുടെ വീട്ടിലേക്ക് താമസിക്കുവാൻ വന്നു. റോബർട്ടിനയുടെ അമ്മ ചിലപ്പോഴൊക്കെ മുത്തശ്ശനോട് വളരെയധികം ദേഷ്യപ്പെടുമായിരുന്നു. പ്രായാധിക്യത്താൽ മുത്തശ്ശന്റെ കൈ വിറയ്ക്കുമായിരുന്നു. എന്തെങ്കിലും കൈ പിടിച്ചു കഴിയുമ്പോൾ അത് താഴെ പോകും. അത് കാണുമ്പോൾ റോബർട്ടിനോയുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. അമ്മ മുത്തശ്ശനെ വഴക്ക് പറയുന്നത് കാണുമ്പോൾ റോബർട്ടിനോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. ഡു യു ഓൾസോ ഫീൽ സാഡ് വെൻ സമ്മൺ സ്കോൾഡ് യുവർ ഗ്രാൻഡ് പേരൻസ്? നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്കും സങ്കടമാവും അല്ലേ? ഒരു രാത്രിയിൽ മുത്തശ്ശൻ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മുത്തശ്ശന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങുകയും കാപ്പി തുള്ളി തുള്ളിയായി വെള്ള മേശവിരിയിൽ വീഴുകയും ചെയ്തു. പെട്ടെന്ന് ആ കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും താഴെ വീഴുകയും അത് ചിന്നി ചിതറുകയും ചെയ്തു. ഇത് കണ്ട റോബർട്ടിനോയുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവർ വളരെ ദേഷ്യത്തോടെ മുത്തശ്ശനോട് സംസാരിച്ചു. അദ്ദേഹം തിരിച്ചൊന്നും പറയാതെ വളരെ ദയനീയമായി അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. ഐ ഹോപ്പ് യു ഓൾ ആർ എൻജോയിങ് ദ സ്റ്റോറി. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നില്ലേ? ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ഫ്യൂ ക്വസ്റ്റ്യൻ അബൌട്ട് ദ സ്റ്റോറി. ഇത്രയും ഭാഗത്ത് നിന്നും ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലിറ്റിൽ ബോയ്? ആ ചെറിയ ആൺകുട്ടിയുടെ പേരെന്താണ്? യെസ്, ഗുഡ്. ദ നെയിം ഓഫ് ദ ബോയ് ഈസ് റോബർട്ടിനോ. ഹു ടോൾഡ് സ്റ്റോറീസ് ടു റോബർട്ടിനോ? ആരാണ് റോബർട്ടിനോയ്ക്ക് സ്റ്റോറീസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്? യെസ്, good. The grandfather told stories to Robertino. Grandfather ആണ് റോബർട്ടിനോയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. We will move on the next part of the story. നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേട്ടാലോ? After that, mother made a new arrangement for the grandfather. She arranged a little table for him. When Robertino finished his dinner, he would run to his grandfather. They were very happy in the kitchen. Time went on and grandfather became very weak and tired. One day, a cup of soup was dropped down from his hand, and the cup was broken into many pieces. Robertino's parents rushed to the kitchen. His mother was very upset
and angry towards him. She did not want to spoil her dishes anymore, so decided to give him a wooden cup. ആ സംഭവത്തിന് ശേഷം റോബർട്ടിനോയുടെ അമ്മ ഗ്രാൻഡ് ഫാദറിന് വേണ്ടി പുതിയൊരു അറേഞ്ച്മെന്റ് വരുത്തി. അദ്ദേഹത്തെ അടുക്കളയിൽ ഒരു ചെറിയ ടേബിളിൽ ഒറ്റയ്ക്കിരുത്തി ഭക്ഷണം കൊടുക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന് അത് ഭയങ്കര സങ്കടമുളവാക്കി. റോബർട്ടിനോയ്ക്കും അത് കണ്ടപ്പോൾ സങ്കടമായി. അവൻ എന്തു ചെയ്തു? അവന്റെ പേരൻസിന്റെ കൂടെ ഇരുന്ന് വേഗം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓടി അടുക്കളയിലെത്തും. എന്തിനെന്നോ? അവൻ മുത്തശ്ശന്റെ അടുത്തിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കും. ആ അടുക്കള അവരുടെ രണ്ടുപേരുടെയും സന്തോഷം നിറഞ്ഞ ഒരു ലോകമായി മാറി. ഡു യു സ്പെൻഡ് ടൈം വിത്ത് യുവർ ഗ്രാൻഡ് പേരൻസ്? നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ സമയം ചിലവഴിക്കാറുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്, തീർച്ചയായും അല്ലേ. അതിനുശേഷം വർഷങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. ഗ്രാൻഡ് ഫാദർ കൂടുതൽ ക്ഷീണിതനായി. അദ്ദേഹത്തിന്റെ കൈയുടെ വിറയലും കൂടിക്കൂടി വന്നു. ഒരു ദിവസം രാത്രി അദ്ദേഹം കിച്ചണിൽ ഒറ്റയ്ക്കിരുന്ന് സൂപ്പ് കഴിക്കുകയായിരുന്നു. ആ സൂപ്പിന്റെ കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും താഴെ വീണു. കപ്പ് പല കഷ്ണങ്ങളായി നിലത്ത് വീണ് ചിന്നിച്ചിതറി. റോബർട്ടിനോയുടെ പേരൻസ് ഓടി വന്ന് നോക്കിയപ്പോൾ അവർ നല്ല വൃത്തിയായി ഇട്ടിരിക്കുന്ന തറയിലൊക്കെ സൂപ്പ് വീണ് കിടക്കുന്നു. റോബർട്ടിനോയുടെ അമ്മ വളരെ ദേഷ്യത്തോടെ മുത്തശ്ശനോട് സംസാരിച്ചു. ഇനി ചെയ്യാനുള്ള ഒരു കാര്യം, താഴെ വീണ് പൊട്ടാതിരിക്കാനായി അദ്ദേഹത്തിന് ഒരു വുഡൻ കപ്പ്, അതായത് തടി കൊണ്ടുള്ള ഒരു കപ്പ് വാങ്ങിക്കൊടുക്കുക. അദ്ദേഹം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കയ്യിൽ നിന്ന് കപ്പ് താഴെ പോകുന്നത്, അല്ലാതെ പ്രായമായി കൈ വിറയ്ക്കുന്നതാണ് എന്ന ചിന്തയൊന്നും റോബർട്ടിനോയുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ആർ യു എൻജോയിങ് ദ സ്റ്റോറി? നിങ്ങൾ കഥ ആസ്വദിക്കുന്നില്ലേ? ഇനി ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. വാട്ട് അറേഞ്ച്മെന്റ് ഡിഡ് റോബർട്ടിനോസ് മദർ ഡിഡ്? എന്ത് അറേഞ്ച്മെന്റ് ആണ് റോബർട്ടിനോയുടെ അമ്മ ഗ്രാൻഡ് ഫാദറിന് വേണ്ടി ചെയ്തത്? യെസ്, ഗുഡ്. ഷീ ഓഫേർഡ് എ സ്മോൾ ടേബിൾ ടു ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിന് വേണ്ടി കിച്ചണിൽ ഒരു ചെറിയ ടേബിള് അമ്മ അറേഞ്ച് ചെയ്തു, അല്ലേ? വൈ ഡിഡ് റോബർട്ടിനോസ് മദർ ബിക്കേം ആംഗ്രി ടു ഓൺ ഹിസ് ഗ്രാൻഡ് ഫാദർ? എന്തുകൊണ്ടാണ് റോബർട്ടിനോയുടെ അമ്മ മുത്തശ്ശനോട് ദേഷ്യപ്പെട്ടത്? യെസ്, ഗുഡ്. ബിക്കോസ് ദ സൂപ്പ് കപ്പ് ഫെൽ ഓൺ ഹിസ് ഹാൻഡ്. സൂപ്പ് കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും താഴെ വീണത് കൊണ്ടാണ്. Let us read the remaining portion of the story. നമുക്ക് കഥയുടെ ബാക്കി ഭാഗം കേട്ടാലോ? Suddenly, Robertino picked up all pieces of cup from the floor. He began to them together. Then he took a small piece of wood from the fireplace and began to chip it, keeping an eye on the broken cup. His mother realized that he is making a wooden cup. His parents were ashamed and they took grandfather back to the dining table. They helped him to have his food. From that time onwards, Robertino and his grandfather sat together for dinner. Robertino was very happy again. His parents were very lovable and showed much concern towards grandfather. Robertino realized that the whole family was experiencing the true happiness. പെട്ടെന്ന് റോബർട്ടിനോ ഫയർപ്ലേസിന്റെ അടുത്ത് ചെന്നു. അമ്മ ഈ പൊട്ടിയ കപ്പിന്റെ കഷ്ണങ്ങളെല്ലാം അവിടെ കൂട്ടി വെച്ചിരുന്നു. അവിടെ ചെന്ന് അവൻ ആ കഷ്ണങ്ങളൊക്കെ ചേർത്ത് വെക്കുവാൻ തുടങ്ങി. അതെല്ലാം ചേർത്ത് വെച്ചപ്പോൾ മുഴുവനായി ഒരു കപ്പായി മാറി. അവൻ ഫയർപ്ലേസിൽ നിന്നും ഒരു കഷ്ണം തടിയെടുത്ത് ചെത്തി മിനുക്കാനായി തുടങ്ങി. മണ്ണുകൊണ്ടുള്ള കപ്പ് അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തടി കൊണ്ടുള്ള ഒരു കപ്പ് ഉണ്ടാക്കുവാനാണ് അവൻ ആ വിറകെടുത്തത്. നീ എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് അമ്മ വന്ന് റോബർട്ടിനോട് ചോദിക്കുന്നു. ഞാനൊരു വുഡൻ കപ്പ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കും വയസ്സാകുമ്പോൾ കഴിക്കുവാൻ കപ്പ് വേണ്ടേ? അതിനു വേണ്ടി ഞാൻ തടി കൊണ്ടുള്ള ഒരു കപ്പ് ഉണ്ടാക്കുകയാണ്. ആ കുഞ്ഞിന്റെ മറുപടി കേട്ടപ്പോൾ റോബർട്ടിനോയുടെ പേരൻസിന്
വളരെയധികം നാണക്കേട് തോന്നി. അവർ വേഗം ചെന്ന് അച്ഛനെ വിളിച്ചുകൊണ്ടുവന്ന് ഡൈനിങ് റൂമിലിരുത്തി ഭക്ഷണം കഴിക്കുവാനൊക്കെ അവർ അദ്ദേഹത്തെ സഹായിച്ചു. അതിനുശേഷം ഗ്രാൻഡ് ഫാദറിന് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടില്ല. സ്ഥിരമായി അദ്ദേഹം റോബർട്ടീനോയുടെ അടുത്ത് ഡൈനിങ് റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. റോബർട്ടീനോയ്ക്കും വളരെ സന്തോഷമായി. അതിനുശേഷം അവൻ്റെ പേരൻസും അദ്ദേഹത്തെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ആ കുടുംബത്തിൽ വളരെ നല്ല സ്നേഹത്തിൻ്റെതായ ഒരു അന്തരീക്ഷം അനുഭവിക്കുവാൻ റോബർട്ടീനോയ്ക്കും റോബർട്ടീനോയുടെ മുത്തശ്ശനും സാധിച്ചു. ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, ഐ ഹോപ്പ് all of you enjoy the story The Wooden Cup. എല്ലാവർക്കും കഥ ഇഷ്ടമായില്ലേ? Let me ask some questions regarding the last part. കഥയുടെ അവസാന ഭാഗത്തു നിന്നും ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. റോബർട്ടീനോ ആ തടിക്കഷ്ണം കൊണ്ട് എന്താണ് ഉണ്ടാക്കുവാൻ ശ്രമിച്ചത്? യെസ്, ഗുഡ്. ഹി മെയ്ഡ് എ വുഡൻ കപ്പ്. അവൻ തടി കൊണ്ടുള്ള ഒരു കപ്പ് ഉണ്ടാക്കുവാനാണ് ശ്രമിച്ചത്. Did his parents started love his grandfather? അവൻ്റെ രക്ഷകർത്താക്കൾ, അവൻ്റെ അച്ഛനും അമ്മയും ഗ്രാൻഡ് പേരൻസിനെ സ്നേഹിക്കുവാൻ തുടങ്ങിയോ? യെസ്, they loved their father. അവർ അവരുടെ അച്ഛനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ തുടങ്ങി. Let us discuss some activities regarding this lesson. നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചില ആക്ടിവിറ്റികൾ നോക്കിയാലോ? ആക്ടിവിറ്റി 1. The major events of the story has been given below. Arrange them in correct order. കഥയുടെ ചില ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. തന്നിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ വായിക്കാം. നിങ്ങളത് നോക്കി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് കറക്റ്റ് ഓർഡറായിട്ട് അറേഞ്ച് ചെയ്യണം. റോബർട്ടീനോ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ലവ് ഈച്ച് അതർ എ ലോട്ട്. അവർ രണ്ടുപേരും, അതായത് റോബർട്ടീനോയും അവൻ്റെ ഗ്രാൻഡ് ഫാദറും വളരെ സ്നേഹത്തിലായിരുന്നു. എ ഫാമിലി ഓഫ് 4 മെമ്പേഴ്സ് ഇൻ ഇറ്റലി. ഇറ്റലിയിൽ ഒരു കുടുംബത്തിൽ 4 പേർ ഉണ്ടായിരുന്നു. He began to make a wooden cup. അവൻ തടി കൊണ്ടുള്ള ഒരു കപ്പ് ഉണ്ടാക്കുവാൻ തുടങ്ങി. One day, grandfather broke a cup of soup and Robertino's parents get angry. ഒരു ദിവസം ഗ്രാൻഡ് ഫാദർ സൂപ്പിന്റെ ഒരു കപ്പ് പൊട്ടിക്കുകയും റോബർട്ടീനോയുടെ പേരൻസ് വളരെയധികം ദേഷ്യപ്പെടുകയും ചെയ്തു. റോബർട്ടീനോ picks up the pieces of cup and put them together. റോബർട്ടീനോ ആ കപ്പിന്റെ ഭാഗങ്ങളൊക്കെ ഒരുമിച്ച് വെക്കുവാൻ ശ്രമിക്കുന്നു. റോബർട്ടീനോസ് പേരൻസ് അണ്ടർസ്റ്റാൻഡ് their mistake and they loved their father. റോബർട്ടീനോയുടെ പേരൻസിന് അവരുടെ തെറ്റ് മനസ്സിലാവുകയും അവർ അവരുടെ അച്ഛനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ തുടങ്ങി. ആക്ടിവിറ്റി 2. How many characters are there in this story? ഈ കഥയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? Who are they? അവർ ആരൊക്കെയാണ്? List them in the word web given below. അവർ ആരൊക്കെയാണെന്ന് താഴെ തന്നിരിക്കുന്ന വേർഡ് വെബിൽ ലിസ്റ്റ് ചെയ്യുക. ആക്ടിവിറ്റി 3. കളർ ദ പിക്ചർ ഓഫ് വുഡൻ കപ്പ്. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിന് അനുയോജ്യമായ നിറം നൽകുക. Dear parents, be careful that you choose the right activity for your children. Help children to do and send it to their teachers. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ പഠന പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ കുട്ടിക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുകയും അത് ചെയ്യുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുക. അത് ചെയ്തതിന് ശേഷം അവരുടെ ടീച്ചേഴ്സിന് അത് അയച്ചു കൊടുക്കാൻ മറക്കരുതേ. Okay, my dear children, I hope all of you enjoyed the story. We will see you in the next class. Okay, bye. Thank you.
you.